Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിനിടെ മനക്കപ്പടി മാഞ്ഞാലി റോഡിലെ കുഴിയിൽ ചാടി സ്കൂട്ടർ മറിഞ്ഞ പഞ്ചഗുസ്തി താരത്തിന്റെ തോളല് തകർന്നു. കരുമാലൂർ മാഞ്ഞാലി കാഞ്ഞിരത്തിങ്കൽ വീട്ടിൽ മിലൻ ബേബിക്കാണ് പരിക്കേറ്റത്. ദേശീയ മത്സരത്തിൽ പങ്കെടുക്കുവാനുള്ള തയ്യാറെടുപ്പിനൊടുവിലാണ് മനക്കപ്പടി മാഞ്ഞാലി റോഡിലെ കുഴിയിൽ ചാടി സ്കൂട്ടർ മറിഞ്ഞ് പഞ്ചഗുസ്തി താരത്തിന്റെ തോളല് തകർന്നത്. കരുമാലൂർ മാഞ്ഞാലി കാഞ്ഞിരത്തിങ്കൽ വീട്ടിൽ മിലൻ ബേബിക്കാണ് പരിക്കേറ്റത്. ഇൻഫോ പാർക്കിൽ ഡിസൈനിംഗ് പഠനം നടത്തുന്നതിനിടയിലാണ് 2 വർഷത്തോളമായി മിലൻ പഞ്ചഗുസ്തിയിൽ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാഞ്ഞാലി തെക്കത്താഴം റോഡുണ്ട്. അപ്പം എനിക്ക് ഞായറാഴ്ച ഒരു ആം റെസ്ലിങ്ങിൻ്റെ കോമ്പറ്റീഷൻ ഉണ്ടായി. അപ്പം അതിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ച് വന്നേയിരുന്നു. അപ്പം വന്ന വഴിക്കാണ് അവിടുത്തെ വളവിൻ്റെ അവിടെ വെച്ചൊരു കട്ടറയിൽ ചാടി നേരെ വീണിട്ട് ഇവിടുത്തെ ഈ കോളർ ബോൺ ഉണ്ട്, അത് ഒടിഞ്ഞിരിക്കുന്നതാണ് വട്ടം. അതിപ്പോൾ വട്ടം ഒടിഞ്ഞിട്ട് സർജറി വേണം എന്നാണ് പറയണത്. സർജറി അപ്പം ഈ ആഴ്ച പോയിട്ട് ഒന്ന് എക്സ്റേ എടുക്കണം. എക്സ്റേ എടുത്തിട്ട് അവർ നോക്കും. ഈ ആഴ്ച പോയിട്ട് എക്സ്റേ എടുത്തിട്ട് ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു 2-2.5 മാസത്തോളം ബെൽറ്റ് ഇട്ട് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ അവർ പറഞ്ഞ് സർജറി ചെയ്യണം, പ്ലേറ്റ് ഇടണം എന്ന് പറഞ്ഞു. അവിടെ പ്ലേറ്റ് ഇട്ട് ഒരു 6 മാസത്തേക്ക് റെസ്റ്റ് വേണ്ടി വരും എന്ന് പറഞ്ഞു. അതെ, ഒന്നാമത്തെ ആ റോഡ് ഭയങ്കര മോശമാണ്. അത് നമ്മ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരു സൈഡ് കുഴപ്പമില്ല എന്ന് വെച്ചാൽ അത്ര പെർഫെക്റ്റ് അല്ല. ഒരു സൈഡ് ചെറുതായിട്ട് ടാറിട്ട് അപ്പുറത്തെ സൈഡ് ഫുള്ള് പൊളിച്ചിട്ടേക്കണേന്. ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ ഈ കട്ടറുള്ള റൂട്ടിലേക്ക് ഇറക്കൂല. അവര് നല്ല റൂട്ടിൽ കൂടെ തന്നെ എടുക്കാനേ നോക്കുള്ളൂ. ഇവര് ഒതുക്കി തന്നില്ല. അപ്പൊ ആ വളവിൽ വെച്ച് മൂലക്ക് ഒരു കുഴി ഉണ്ടായി. അതിൽ ചാടി നേരെ വണ്ടി മറയാണ് ചെയ്തേ. മറന്നപ്പോ നേരെ ഇടിച്ചത് ഈ ഷോൾഡറുമായിട്ടാണ് ഇടിച്ചത് നേരെ. ആ ഹെൽമെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തലക്കൊന്നും പറ്റിയില്ല. പിന്നെ ഈ ഷോൾഡറിന്റെ ഇവിടെ ചെറുതായിട്ട് പൊട്ടലും കാലിന്റെ അവിടെ ചെറുതായിട്ട് പൊട്ടലും മാത്രമേ ഉള്ളൂ. ഞാനിപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തെ ഡിസ്ട്രിക്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഡിസ്ട്രിക്റ്റ് എനിക്ക് സീനിയർ കാറ്റഗറിയിലും യൂത്ത് കാറ്റഗറിയിലും 60 kg ഫസ്റ്റും പിന്നെ ഒരു 3rd ഉണ്ട്. പിന്നെ സ്റ്റേറ്റ് ഇറങ്ങിയായിരുന്നു. പക്ഷെ സ്റ്റേറ്റിൽ ഞാൻ 4th ആയി പോയി. പിന്നെ എനിക്ക് അതിന് മുന്നത്തെ പ്രാവശ്യം ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റിലും കിട്ടിയിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ അപ്പോൾ ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ ആയിരുന്നു, ഡൈനാമോ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനിറങ്ങാൻ നിൽക്കണായിരുന്നു പൂനെയില്. കിടക്കാനും ഇരിക്കാനൊക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ ബാത്റൂമിൽ പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഷോൾഡറിന്റെ എല്ല് അങ്ങോട്ട് ഇങ്ങോട്ട് അനങ്ങുമ്പോ ഭയങ്കര ഇറിറ്റേഷനും പെയിനൊക്കെയാണ്. ഇപ്പൊ അത്രയ്ക്ക് എന്ന് പറയുമ്പോ ആരും വന്നിട്ടില്ല. ഇല്ല, വേറെ ആരും വന്നുള്ള. ഞാൻ നേരെ ഇത് നടന്നപ്പോ നേരെ മെമ്പറിനെ റീച്ച്. അപ്പൊ മെമ്പർ അതൊക്കെ ചെയ്ത് ഒക്കെ റെഡിയാക്കി വെക്കാന്ന് പറഞ്ഞു. കാരണം ഇത് PWD ഒരു പിഴ പറ്റിയിട്ടാണല്ലോ ഇങ്ങനെ വന്നത്. കുറെ നാളായി, ഇപ്പൊ ഒരു 2 വർഷത്തിന് മേലെ ഈ റോഡ് ഇങ്ങനെ പൊളിച്ചെടുക്കാൻ തുടങ്ങിയിട്ട്. ഇതിനു മുന്നേ അവിടെ കുറെ പേര് ഇതേപോലെ വീണിട്ടുണ്ട്. പക്ഷെ ആരും ഇത് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് അവര് എന്താ പറയാ റിക്കവർ ചെയ്യാൻ പോകും. ജില്ലാ സംസ്ഥാന തലത്തിലെല്ലാം മത്സരങ്ങളിൽ പങ്കെടുത്തു. അവിടെ നിന്നെല്ലാം സമ്മാനങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ പൂനെയിൽ ദേശീയ തലത്തിൽ മത്സരം നടക്കുന്നുണ്ട്. ക്യാഷ് പ്രൈസ് ഉൾപ്പെടെയുള്ള നിരവധി സമ്മാനങ്ങളുള്ള മത്സരമായിരുന്നു അത്. അതിനായി മിലൻ 2 മാസത്തോളമായി കഠിന പരിശീലനത്തിലായിരുന്നു. പൂനെയിലേക്ക് പോകുന്നതിനാണ് കഴിഞ്ഞ ദിവസം മനക്കപ്പടിയിൽ നിന്നും ആവശ്യമായ സാധനങ്ങൾ വാങ്ങുന്നതിനായി സ്കൂട്ടറിൽ പോകുന്നതിനിടയിൽ അപകടം സംഭവിച്ചത്. അടുത്ത ദിവസം സർജറി നടത്തണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. എല്ലിന് ഗുരുതര പരിക്കുണ്ടെങ്കിൽ പഞ്ചഗുസ്തി ചാമ്പ്യൻ എന്ന തന്റെ അഭിലാഷം തന്നെ ഇല്ലാതാകുമോ എന്ന ആശങ്കയിലാണ് മിലൻ. അത് തീർത്തും ആ റോഡ് വളരെ കുണ്ടും കുഴിയായിട്ട് കിടക്കുകയാണ്. അത് 2 വർഷത്തോളമായിട്ട് അതങ്ങനെ കിടക്കുന്നതാണ്. ഒരുപാട് പേര് അവിടെ വീഴുകയും പലരും തന്നെ അത് കംപ്ലൈൻ്റ് ഒന്നും ചെയ്യില്ല, അതേപോലെ അങ്ങോട്ട് പോകും. ഞങ്ങളുടെ മെമ്പർ അതിന് ആ റോഡ് നന്നാക്കാനായിട്ട് ഒരു ഏകദേശം 5-6 മാസത്തിന് മുമ്പ് ഒരു ദിവസം നിരാഹാര സമരവും മറ്റുമൊക്കെ എടുത്തതാണ്. പക്ഷെ അധികൃതർ അതൊന്നും ശ്രദ്ധിച്ചിട്ടുമില്ല. ഒന്നും ഇതേപോലെ അതിന് ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ആ റോഡ് അതേപോലെ തന്നെ ആണ് കിടക്കുന്നത്. അത് ഡോക്ടർ പറഞ്ഞത് ഒരാഴ്ച കഴിഞ്ഞിട്ട്, ഇപ്പോൾ 2 ദിവസത്തിന് മുമ്പാണ് അപകടം ഉണ്ട്, ഒരാഴ്ച കഴിഞ്ഞിട്ട് എക്സ്റേ എടുത്ത് നോക്കണം. എന്തെങ്കിലും ഇത് അതായത് ഈ ജോയിന്റ് പൊട്ടിയേക്കുന്ന അസ്ഥി കൂടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സർജറി ചെയ്യണം. സർജറി ചെയ്ത് പ്ലേറ്റ് ഇടണം. അപ്പോൾ പ്ലേറ്റ് ഇട്ട് അതിനുശേഷം ഒരു പ്ലേറ്റ് അത് ശരിയായതിനു ശേഷം വീണ്ടും 2ാമതൊന്നും കൂടി ചെയ്തിട്ട് വേണം ആ പ്ലേറ്റ് റിമൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും എക്സ്റേ എടുത്ത് നോക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്.
അപ്പോൾ അതിനായിട്ട് പോകണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ വാർഡിൽപ്പെട്ട ഒരു മിലൻ ബേബി, കാഞ്ഞിരത്തിങ്ങൽ മിലൻ ബേബി എന്ന് പറയുന്ന 21 വയസ്സുള്ള യുവാവ്, ആ യുവാവിന്റെ വലിയ സ്വപ്നമാണ് ഇല്ലാതായിരിക്കുന്നത്. പഞ്ചഗുസ്തി മത്സരത്തിൽ ദേശീയ തലത്തിൽ പൂനെയിൽ നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കുവാൻ തയ്യാറെടുക്കുന്ന ആ യുവാവ് കഴിഞ്ഞ ദിവസം ഇതുവഴി പോയി ഈ വഴിയിലെ കുഴിയിൽ വീണ് തോളലിന് വലിയ ക്ഷതമാണ് സംഭവിച്ചിരിക്കുന്നത്. 2 മേജർ സർജറി വരെ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് യുവാക്കൾ, പ്രായമായവർ എല്ലാം കടന്നു പോകുന്ന ഈ റോഡ് ഇത്ര അനാസ്ഥ കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നിയമപരമായി നടപടിയെടുക്കണം. അതുപോലെ കളമശ്ശേരി നിയോജക മണ്ഡലം നമ്മുടെ ബഹുമാനപ്പെട്ട രാജീവ് മിനിസ്റ്ററുടെ മണ്ഡലം കൂടിയാണ്. അദ്ദേഹം കൂടി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് PWD റോഡാണ്, ഉദ്യോഗസ്ഥർക്ക് വേണ്ട നിർദ്ദേശം കൊടുത്ത് ഇനി ഒരു ജീവൻ ഇവിടെ പൊലിയാതിരിക്കാൻ നമുക്ക് വേണ്ട മുൻകരുതലുകൾ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വരും ദിവസങ്ങളിൽ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരങ്ങൾ ഈ പ്രദേശത്തെ ജനങ്ങളെ കൂട്ടി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് മാത്രം. ജൽജീവൻ പദ്ധതി പ്രകാരം പൈപ്പുകൾ സ്ഥാപിക്കാനായി മനക്കപ്പടി മാനാലി റോഡിന്റെ ഒരു ഭാഗം പൊളിച്ചിട്ടിരിക്കുകയാണ്. പൈപ്പിന്റെ പണി കഴിഞ്ഞെങ്കിലും റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടില്ല. ടാറിങ്ങിനായി അടുത്തിടെ മിറ്റലിട്ട് ഉറപ്പിച്ചെങ്കിലും മഴ പെയ്തതോടെ വീണ്ടും കുഴിയായിരിക്കുകയാണ്. 2 വാഹനങ്ങൾ കടന്നുപോകാൻ ഏറെ ബുദ്ധിമുട്ടുണ്ട്. ഇതിനിടെ ബൈക്ക് യാത്രക്കാരും കൂടി കടന്നു വരുമ്പോഴാണ് ഇവിടെ അപകടം സംഭവിക്കുന്നത്. അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് 100-ൽ-പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സിവ ഇന്നർ വേൾഡ്, സിവിയ ട്രേഡ് സെന്റർ, ബിഹൈൻഡ് ചുങ്കത് ജ്വല്ലറി, അങ്കമാലി.